ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ ഒരു വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത്രക്കും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് കാര്യം ആരും മറക്കണ്ട, എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മാവിലെടുത്തിട്ടുണ്ട്. നല്ല മൂത്ത മാവില എടുത്തിട്ടുണ്ട്, അതുപോലെ ഇളയ മാവില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ഗ്രീൻ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കളറുള്ള മാവില നോക്കിയെടുക്കുക. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാവില മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രയാണോ മാവില ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മാവിലൊക്കെ ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മാവിലയുടെ നല്ല ഫ്ലേവറുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ജ്യൂസ് ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാവിലേക്ക് ചേർക്കാം കേട്ടോ. മാവിൽ കുറച്ച് കൂടിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ മാവില ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഗ്ലാസ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ മാവില ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാവില ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഗിവ് കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ ഒരാളെ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുക്കുക. ആ ആൾക്കാണ് ഓവൻ സമ്മാനമായിട്ട് കിട്ടുക. അപ്പോൾ ഇന്നലെ മുതലാണ് നമ്മുടെ ഗിവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിലും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെയാണ് കേട്ടോ ഈ ഗിവ് പീരീഡ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. മാംഗോ ജ്യൂസ് ആണോ മാവില ജ്യൂസ് ആണോ കൂടുതൽ ടേസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്